നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ മുത്തശ്ശൻ തിരുവാറന്മുള ഭക്തനായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും തിരുവോണ നാളിൽ കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കാലുകഴിച്ചൂട്ടിനാരും എത്താതെ വരികയും ഇദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം വളരെയധികം സന്തോഷപൂർവ്വം ആചരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് പോകാൻ നേരത്ത് ബാലൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ അതിഥേയത്വം വളരെയധികം ഇഷ്ടമായി, എല്ലാ വർഷവും ഇനി ഞാൻ അവിടുത്തെ കൈകൊണ്ട് ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പിറ്റേ വർഷം ഓണത്തിന് മുൻപ് മുത്തശ്ശനൊരു സ്വപ്നദർശനം ഉണ്ടായി. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി തൊട്ട് എല്ലാ തിരുവോണത്തിനും ഇവിടെ എന്നെ വന്ന് കാണുക, അവിടുത്തെ കൈകൊണ്ട് വേണം എനിക്ക് അന്നത്തെ അന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത്. കാലക്രമേണ നമ്മൾ കോട്ടയത്തിന് മാറിയെങ്കിലും ഇന്നും ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ കാട്ടുവരുന്ന വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണിയിലേറി തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ. പുതിയൊരു തലമുറയിലേക്ക് അങ്ങേയറ്റം വലിയൊരു നിയോഗമാണ്. അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ യാത്രയാണ് എപ്പോഴും പരമപ്രധാനമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും മുടങ്ങാതെ മൂലത്തിന് തലേന്നാൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം ഇല്ല. തിരുവോണത്തിന് അന്ന് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല. അപ്പോൾ മൂലം നാളാണ് ശരിക്കും ഞങ്ങൾ തിരുവോണമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്.